ഹായ്, ബിഗ് ബോസ് സീസൺ 7 വിജയ് ആരായിരിക്കും? തീർച്ചയായും അനീഷ് ആവാം, അനുമോൾ ആവാം, ഷാനവാസ് ആവാം, ആര്യൻ ആവാം, നെവിൻ ആവാം, എന്തിന് അക്ബർ വരെ ആവാം. തീർച്ചയായും കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഇവിടെ ആർക്കുമില്ല. പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്കാണ് കൂടുതൽ ഫാൻസ്, ഒരുപക്ഷെ ഇവർ രണ്ടുപേരിൽ ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, നമ്മളെ പറ്റിക്കുന്നതാണ്. തീർച്ചയായും അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഓരോ വീഡിയോയ്ക്ക് താഴെയും, ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് താഴെയും പല രീതിയിലുള്ള കമന്റ്സുകൾ വരുന്നുണ്ട്. ആ കമന്റ്സുകൾ ഭൂരിഭാഗവും ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഗുണകരമാവുന്ന രീതിയിലാണ്. അതിൽ വളരെ കുറച്ച് കമന്റ്സ് മാത്രമാണ് അവരെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുടെ കമന്റ് ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ളതെല്ലാം PR കമന്റുകളാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നമ്മൾ പല പോസ്റ്റും കണ്ടിട്ട് ഇന്ന ആൾക്കാണ് കൂടുതൽ ഫാൻസ് എന്ന് തെറ്റിദ്ധരിക്കും. അതും PR പോസ്റ്റുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നു, ആ വീഡിയോ ഇറങ്ങിയ ആ സമയത്ത് തന്നെ വലിയൊരു മെസ്സേജ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടും. സമ്മർ മീഡിയ ഒരു വീഡിയോ ഇട്ടു, ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ഇട്ടു. ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം, അതായത് വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വലിയൊരു മെസ്സേജ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതായത് സമ്മർ മീഡിയ 5 മിനിറ്റിന്റെ വീഡിയോ ഇടുന്നു, ആ വീഡിയോ ഇട്ട് വളരെ കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും അവിടെ വലിയൊരു മെസ്സേജാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ റിയൽ ആയിട്ടുള്ള ഒരാളാണ് ആ മെസ്സേജ് ഇട്ടതെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ കാണണം, അതിന് കുറച്ച് സമയം വേണം. അതിനുശേഷം ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യണം, അതിനും സമയം വേണം. ഒരിക്കലും അത്രയും സെക്കൻഡ് കൊണ്ട് ഇത്രയും വലിയ കമന്റ് അവിടെ രേഖപ്പെടുത്താൻ പറ്റില്ല. അവിടെയാണ് PR കളി. ഇവര് കോപ്പി പേസ്റ്റ് ഇതെല്ലാ വീഡിയോയ്ക്ക് താഴെയും നടത്തുന്നുണ്ട്. ഇപ്പോൾ അനീഷിനെതിരെ ആയിരുന്നു സമ്മർ മീഡിയ അന്ന് സംസാരിച്ചത്. അപ്പോൾ അനീഷിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കമന്റാണ് അവിടെ വന്നത്. തീർച്ചയായും ഇവർ എപ്പിട്ട കമന്റാണ്, എങ്ങനെയിട്ട കമന്റാണ് എന്നൊന്നും ആർക്കും അറിയില്ല. അത് വായിക്കുമ്പോൾ അനീഷ് പാവം, ഇയാൾ അനീഷിനെ ചതിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകർക്കുണ്ടാവും. പക്ഷെ അത് PR കമന്റാണ്. ഇത് സമ്മർ മീഡിയ തന്നെ അവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇട്ട് ഇത്രയും സെക്കൻഡിനുള്ളിൽ നീ എങ്ങനെയാണ് ഇത്രയും വലിയ കമന്റ് എഴുതിയത് എന്ന്. അതായത് ഇതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും പല ആൾക്കാരുടെയും വീഡിയോയ്ക്ക് താഴെയും ഇത്തരം കമന്റുകൾ വരുന്നുണ്ട്. അത് കണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കും. ഇവരുടെ കളിരീതി അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അയാൾ എന്തായാലും ജയിക്കും, ഇനി നമ്മൾ ഇയാൾക്ക് വെറുതെ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കും. എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വോട്ട് കൊടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ജയിക്കും, ഇയാൾ തോൽക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ, അതായത് ജിൻഡോ വിന്നറായ ആ സീസണിൽ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ തന്നെ ജിൻഡോ ഫാൻ ബേസിൽ വളരെ മുന്നിലാണ് എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത്. ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പോസ്റ്റുകൾ, ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് കമന്റ്സുകൾ. എന്നാൽ അർജുന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കമന്റ്സുകളൊന്നുമില്ല. മറ്റാർക്കും വേണ്ടിയും വലിയ കമന്റ്സുകളൊന്നും വരാറില്ല. പക്ഷേ അവസാനം, അതായത് ആ സീസണിന്റെ അവസാനം ബിഗ് ബോസ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആഴ്ചയിലെയും. ജിൻഡോ എപ്പോഴാണ് നമ്പർ 1 ആയത്? അതായത് 9 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ജിൻഡോ നമ്പർ 1 ആയത്. പക്ഷെ നമ്മൾ പുറത്ത് അറിഞ്ഞൊരു കാര്യം, ജിൻഡോ 3-ാമത്തെ ആഴ്ച മുതൽ തന്നെ നമ്പർ 1 ആണ് എന്നുള്ളതാണ്. അത് PR കളിയാണ്. തീർച്ചയായും അവസാന നിമിഷം ജിൻഡോ ജയിച്ചു. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിൻഡോയുടെയും അർജുന്റെയും ജാസ്മിന്റെയും വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയ വ്യത്യാസം മാത്രമേ അവസാന നിമിഷം വരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പുറത്ത് നമ്മൾ കാണുമ്പോൾ ജിൻഡോയ്ക്ക് 70%, അർജുന് 15%, അല്ലെങ്കിൽ 10%, അല്ലെങ്കിൽ 8%, ജാസ്മിന് 9% അല്ലെങ്കിൽ 10%. പക്ഷെ ഫൈനൽ റിസൾട്ട്, അതായത് ഹോട്ട്സ്റ്റാറിലെ വോട്ടുകൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല, വളരെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് ജിൻഡോ ജയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കമന്റ്സ് കണ്ടിട്ട് നിങ്ങൾ ഒരാളെയും തെറ്റിദ്ധരിക്കരുത്, അയാൾക്ക് ഫാൻസ് ഇല്ല എന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, നിങ്ങൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അയാൾക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ വോട്ടുകൾ ചെയ്യുക അവസാന നിമിഷം വരെ. ഹോട്ട്സ്റ്റാറിൽ ഇവരുടെ കളികളൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ പോയി നിങ്ങൾ വോട്ട് ചെയ്യുക. അതുവരെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ. അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് പല ആൾക്കാരും നുണ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത് പോലെ പുറത്തും ആ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെന്ന് വീഴാതിരിക്കുക. കമന്റ്സുകൾ പല ആൾക്കാരും പല രീതിയിൽ എഴുതും, പല ജെന്യുവൻ കമന്റ്സുകളും ഉണ്ടാകും. ഭൂരിഭാഗവും വരുന്നത് PR കമന്റ്സുകളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നതാണ്. ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവിടെ വിജയിക്കുകയുള്ളൂ. ഇവിടെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല കളിക്കുന്നത്, പുറത്ത് പ്രേക്ഷകരായ നമ്മളും കളിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. എന്താണ് അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.